ഹലോ ഹായ് വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പൂച്ചകളെ കുറിച്ചാണ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒത്തിരി വീഡിയോ കണ്ടിട്ടുണ്ട് അല്ലേ, പൂച്ചകൾ വീട്ടിൽ വന്ന് കയറിയാൽ നല്ലതാണെന്നൊക്കെ. അതെ, ശരിയാണ്, പൂച്ചകൾ വീട്ടിൽ വന്ന് കയറിയാൽ നല്ലതാണ്. എന്നാൽ അതിൻ്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രം അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള കാര്യം എന്താണെന്ന് ആർക്കെങ്കിലും അറിയുമോ? അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇന്നിപ്പം പൂച്ചകളായാലും പട്ടികളായാലും പലതരത്തിലുള്ള വളർത്തു മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, പിന്നെ പശുക്കളുണ്ട്. ഇവയെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുൻ തലമുറക്കാരും അതുപോലെ തന്നെ ഇപ്പോഴത്തുള്ള തലമുറക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്തു വരുന്നത്. ഇപ്പോൾ കണ്ടിട്ടില്ലേ, പട്ടിയായാലും പൂച്ചയായാലും എല്ലാവരും കൂടെ കിടത്തുന്നുണ്ട്, അതുപോലെ തന്നെ വാരിക്കൊടുക്കുന്നുണ്ട്, എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ കൂടെ കൂട്ടുന്നുമുണ്ട്. കാരണം അത്രത്തോളം അവർ സ്നേഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ പിന്നിലെ കാര്യം. നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് തന്നെ പകുത്താണ് നമ്മൾ പൂച്ചയ്ക്ക് കൊടുക്കുന്നത്, അല്ലേ? അങ്ങനെ വേർപിരിക്കാൻ പറ്റാത്ത ഒരു ബന്ധമാണ് നമ്മുടെ മൃഗങ്ങളും മൃഗങ്ങളും നമ്മളുമായിട്ട് ഉണ്ടായി വരുന്നത്. തിരിച്ച് പൂച്ചയ്ക്കായാലും പട്ടിക്കായാലും പശുവിനായാലും എന്തിനായാലും നമ്മളടുത്തും ഇങ്ങോട്ട് അങ്ങനെ തന്നെയാണ്. അതേ സ്നേഹം ഇങ്ങോട്ടും അവർക്ക് ഉണ്ട്. ഇത്തരത്തിൽ നമ്മൾ സ്നേഹം കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം ഈ പൂച്ചകളായാലും പട്ടികളായാലും അവരുടെ വീട്ടിലെ ആൾക്കാരുടെ സാധനങ്ങളോട് ഒരു പ്രത്യേക സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ടാവും. അവരത് നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അവയെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, എപ്പോഴും കാതൊക്കെ കൂർപ്പിച്ച് നല്ല ജാഗരൂകരായി ഇട്ടാണ് വീട്ടിലിരിക്കാറ്. ഇങ്ങനെ പൂച്ചയില്ലാത്ത വീട്ടിൽ എവിടെ നിന്നെങ്കിലും പൂച്ച കയറി വന്നാൽ അത് നല്ല ഐശ്വര്യം എന്നാണ് പറയുന്നത്. അതിന് പിന്നിലൊരു കാരണമുണ്ട്. ഈ പൂച്ചകൾ വീട്ടിൽ വരുന്നത് നമ്മൾ മനുഷ്യരെ ഉപദ്രവിക്കുന്ന കുറച്ച് ക്ഷുദ്രജീവികളുണ്ട്. അതായത് എലിയായാലും പിന്നെ ചെറിയ ചെറിയ പ്രാണികൾ, പിന്നെ പാമ്പ്, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള ഈ ക്ഷുദ്രജീവികളെ ഈ പൂച്ച എന്തു ചെയ്യും, പിടിച്ച് കൊന്നു തിന്നാനുള്ള ഒരു പ്രവണത അവർക്ക് എപ്പോഴും ഉണ്ട്. അതുമല്ല, ഈ പൂച്ച എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പൂച്ച എപ്പോഴും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇരിക്കാറ്. അപ്പോൾ ഈ പൂച്ച എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ക്ഷുദ്രജീവികൾക്ക് ഒരു ഭീഷണി നൽകുന്നതാണ്. കാരണം ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ വന്നാൽ നിങ്ങളെ തീർക്കാനായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഈ പൂച്ചകൾ ഇങ്ങനെ എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പൂച്ചകൾ എപ്പോഴും കൊന്നിടാറേ ഉള്ളൂ, അതിനെ കഴിക്കത്തൊന്നും ഇല്ല, അല്ലേ? ഇത്തരത്തിൽ ഇങ്ങനെ മനുഷ്യന് ഉപഹാരം ചെയ്യുന്നതുകൊണ്ടാണ് പൂച്ച വീട്ടിൽ വരുന്നത് ഐശ്വര്യമെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.